ഇടുക്കി ജില്ലയിലെ കൃഷിക്കാരെ എക്കാലവും നിയമക്കുരുക്കിൻ്റെ തടവറയിൽ ഒഴുതുക്കുക എന്നതാണ് കോൺഗ്രസ് സ്വീകരിച്ചിട്ടുള്ള നിലപാട്. ഇടുക്കി ജില്ലയുടെ ഭൂപ്രശ്നങ്ങളെയെല്ലാം സങ്കീർണതകൾ എത്തിച്ചിട്ടുള്ളത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളാണ്. അതിൻ്റെ ഏറ്റവും അവസാനത്തെ ഉദാഹരണമാണ് 1964 ഭൂവിനിയോഗ നിയമം അനുസരിച്ച് കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കാൻ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ശക്തമായ നടപടികളുമായി മുന്നോട്ട് പോകുമ്പോഴാണ് 64 ഭൂവിനിയോഗ നിയമം അനുസരിച്ച് കൊടുത്തിരിക്കുന്ന പട്ടയം കള്ളപ്പട്ടയമാണെന്നും വ്യാജപ്പട്ടയമാണെന്നും അവകാശവാദം ഉന്നയിച്ച് ഡീൻ കുര്യാക്കോസിൻ്റെ ബി ടീമായിട്ടുള്ള തൃശ്ശൂർ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പണ്ണെടുത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടന കേസ് കൊടുത്തത്. സംസ്ഥാന ഗവൺമെൻറ്റിനെ വസ്തുനിഷ്ഠ യാഥാർത്ഥ്യങ്ങൾ ബോധ്യപ്പെടുത്തി ബഹുമാനപ്പെട്ട ഹൈക്കോടതി മുമ്പായ അഡ്വക്കേറ്റ് ജനറൽ തന്നെ നേരിട്ട് ഹാജരായി എല്ലാ വസ്തുതയും തുറന്നു കാണിച്ച് ബഹുമാനപ്പെട്ട ഹൈക്കോടതി 64 ഭൂവിനിയോഗ നിയമം അനുസരിച്ച് ലഭിച്ച പട്ടയം കൊടുക്കാൻ തീരുമാനമെടുത്തു. ഈ പ്രഖ്യാപനം ഇടുക്കി ജില്ലയിലെ ജനങ്ങൾ വലിയ ഹർഷാരവത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. അതിൻ്റെ ഭാഗമായി 26-ാം തീയതി നടക്കേണ്ട പട്ടയമേളയിൽ പങ്കെടുക്കേണ്ടയാളാണ് ഡീൻ കുര്യാക്കോസ്. അവിടെ പട്ടയം മേടിച്ചിട്ടുള്ളത് LDFൻ്റെ പ്രവർത്തകർ മാത്രമല്ല, പതിറ്റാണ്ടുകൾ കാത്തിരുന്ന ചിന്നക്കനാലിലെ കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കുന്നു എന്ന പ്രഖ്യാപനം കേട്ടപ്പോൾ ആ സദസ്സാകെ ഹർഷാരവത്തോടു കൂടിയാണ് ആ പ്രഖ്യാപനത്തെ ഏറ്റെടുത്തത്. സന്തോഷത്തിൻ്റെ ഭാഗമായി കണ്ണീർ മൊഴിയിൽ വരിഞ്ഞു വരുന്ന ചില ആളുകളെ നമുക്ക് കാണാൻ കഴിയും. എന്നാൽ ആ പട്ടയമേളയുടെ സംശുദ്ധമായ നീതിബോധത്തെ തകർത്തുകൊണ്ട് UDF നേതൃത്വം പിന്തുണയ്ക്കുന്ന പണ്ണെടുത്ത് വൺ ലൈഫ് എന്ന് പറയുന്ന സംഘടന ആ പട്ടയ നടപടി തടസ്സപ്പെടുത്താനുള്ള നിഗൂഢമായ നീക്കമാണ് നടത്തിയത്. 10-ാം തീയതി ഇപ്പം കേസ് വീണ്ടും ഹൈക്കോടതിയുടെ മുമ്പാകെ വരികയാണ്. ആവശ്യമായ രേഖകളില്ല എന്ന വ്യാജ പ്രചരണമാണ് ഈ കപട പരിസ്ഥിതിവാദികൾ കൊടുത്തിട്ടുള്ളത്. അതിനെ ന്യായീകരിക്കുന്ന പ്രസ്താവനയാണ് പിറ്റേ ദിവസം രാവിലെ ഡീൻ കുര്യാക്കോസ് നടത്തിയിട്ടുള്ളത്. ജില്ലയിലെ ഓരോ സങ്കീർണമായ ഭൂപ്രശ്നങ്ങളെ സംബന്ധിച്ച് ഇടുക്കിയുടെ MPയുടെ പ്രതികരണം, UDF നേതാക്കന്മാരുടെ പ്രതികരണം, തങ്ങൾ അച്ചാരം വാങ്ങിയിരിക്കുന്ന കപട പരിസ്ഥിതിവാദികൾക്ക് ഈ ജില്ലയെ തീർകൊടുക്കുക എന്നുള്ള ലക്ഷ്യം അവർക്ക് നിറവേറ്റാൻ കഴിയാതിരിക്കുമ്പോഴാണ് അവരിത്തരം നിലപാടുകൾ സ്വീകരിക്കുമെന്നറിയാം. ഏതൊരു സന്ദർഭത്തിലും ജില്ലയിലെ ഭൂപ്രശ്നങ്ങൾ കൊണ്ടുവരികയും അത് കോടതി വ്യവഹാരത്തെത്തിക്കുകയും അതിന് തടസ്സവാദം ഉണ്ടാക്കാനുള്ള എല്ലാ നടപടിയും സ്വീകരിച്ചുള്ളത് UDFും വകുപ്പൻ്റെ UDF നേതൃത്വമാണ്. കേരള കോൺഗ്രസ് പാർട്ടിയുടെ നേതാവ് PJ ജോസഫ് അദ്ദേഹം ഈ കാര്യത്തിൽ പ്രതികരിക്കുന്നില്ല. PJ ജോസഫ് റവന്യൂ മന്ത്രിയായിരിക്കുമ്പോൾ നെടുങ്കണ്ടത്ത് കൊടുത്ത പട്ടയം തിരിച്ച് അദ്ദേഹം പുറപ്പഴി അദ്ദേഹത്തിന് വീട്ടിലെത്തുന്നതിന് മുമ്പായി ഹെലികോപ്റ്റർ വിട്ട് K കരുണാകരൻ തിരിച്ചു മേടിച്ച അനുഭവം ഈ ജില്ലയിലുണ്ട്. എല്ലാവിധമായ കപട പരിസ്ഥിതിവാദികളുടെ കൂട്ടുകെട്ടിനെയും UDFൻ്റെയും എല്ലാവിധമായ നിഗൂഢതയും തകർത്തുകൊണ്ട് ഇടുക്കി ജില്ല കൃഷിക്കാർക്ക് പട്ടയം കൊടുക്കാൻ LDF ഗവൺമെൻറ് പ്രതിജ്ഞാബദ്ധമായി മുന്നോട്ട് പോകുമ്പോൾ അതിൻ്റെ പിന്നിൽ അണിനിരക്കണം ഈ പ്രദേശവാസികൾ. കോൺഗ്രസിൻ്റെ അപവാദ പ്രചരണങ്ങൾ നമ്മുടെ ജില്ലകളിലെ ജനങ്ങൾ തിരിച്ചറിയണം എന്നാണ് ഈ സന്ദർഭത്തിൽ CPMന് വേണ്ടി അഭ്യർത്ഥിക്കാറുള്ളത്.